ഹലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് എ ഐ ഏജന്റ്, എങ്ങനെ എനിക്ക് ആക്ച്വലി ഒരു എ ഐ ഏജന്റ് നോ കോഡ് ടൂൾ ആപ്ലിക്കേഷനായി N8N വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ടൂളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി കോഡിങ്ങോ പ്രോഗ്രാമിങ്ങോ ഒന്നും അറിയണമെന്നില്ല. ആ ഒരു ബേസിക് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ബിൽഡ് എ ഐ ഏജന്റ്. ഫസ്റ്റ് നമ്മൾ ആ ടൂളിൽ പോകുന്നതിന് മുമ്പ് എന്താണ് എ ഐ ഏജന്റ്? എ ഐ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ടൂൾസിന് അതിന് സ്വന്തമായിട്ട് ആക്ച്വലി ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മളെ ഇൻപുട്ടിനനുസരിച്ച് ഒത്തിരി ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഇമെയിൽ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇമെയിൽ ഇൻബോക്സ്, ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഒരു 5 ഇമെയിൽ ഐ ഡീസ് ഉണ്ട്. എനിക്ക് 5 ഇമെയിൽ ഐ ഡിയും ഡെയിലി പോയി ചെക്ക് ചെയ്ത് അതിൽ ഏതൊക്കെയാണ് സ്പാം, ഏതൊക്കെയാണ് റിയലി ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഒത്തിരി ടൈം കൺസ്യൂമിങ് ജോബാണ്. അപ്പോൾ ഞാനൊരു എ ഐ ഏജന്റ് ഞാൻ ബിൽഡ് ചെയ്യാണ്. ഞാൻ എൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ പറയാണ്, ഓക്കെ എനിക്ക് എന്തൊക്കെ ഇമെയിൽ വന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ റെസ്പോണ്ട് ചെയ്യാനുള്ളത്, ബാക്കി ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഒരു സമ്മറി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ ചെക്ക് ഓൾ ദ ഇമെയിൽ ഇൻബോക്സ്. എനിക്ക് വന്ന് ആക്ച്വലി സമ്മറി തരാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ചെറിയൊരു യൂസ് കേസ് ആണ്. അങ്ങനെ നമ്പർ ഓഫ് യൂസ് കേസസ്, അതായത് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ടാസ്ക് ഉണ്ടോ അതിനെല്ലാം ആക്ച്വലി നമുക്ക് എ ഐ ഏജന്റ് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇപ്പം സിറി അല്ലെങ്കിൽ അലക്സ, ഇതെല്ലാം ഒരു എ ഐ ഏജന്റ് ആണ്. ഈവൻ ഗൂഗിൾ മാപ്പ് ഒരു കൈൻഡ് ഓഫ് എ ഐ ഏജന്റ് ആണ്. നിങ്ങൾ ഇവിടുന്ന് പോയിന്റ് എ നിന്ന് പോയിന്റ് ബി പോകണം എന്ന് പറയുന്നു. സോ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ട്, എന്തൊക്കെയുണ്ട്, ഏതൊക്കെ വഴി ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് റൂട്ടിൽ എങ്ങനെ പോകാമെന്നുള്ളത് വരുന്നുള്ളത്. സോ ഇത് നമ്മൾ കാണുന്നതെല്ലാം പ്രോഡക്റ്റ് ലെവലാണ്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് എനിക്ക് ആക്ച്വലി എ ഐ ഏജന്റിനെ ഉണ്ടാക്കാൻ pretty much ഈസിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ബിഫോർ ആക്ച്വലി ജമ്പിങ് ഇൻ ടു ദ ടൂൾ, നമുക്ക് ഒരു എ ഐ ഏജന്റ് ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഇതിതൊരു കോംപ്ലക്സ് ടൂൾസോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ഒന്നും അല്ല വരുന്നത്. ഇവിടെ ആക്ച്വലി നിങ്ങൾ പല പല ടൂൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, അതിനൊരു ലോജിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നു, അതിന് എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോംപ്റ്റ് എഴുതുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ എ ഐ ഏജന്റ് ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫണ്ടമെന്റൽ അറിഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ലോസ്റ്റ്. റൈറ്റ്. സോ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്കിൽ നോക്കിയാൽ ആദ്യം വരുന്ന ഒരു ഇൻപുട്ട് ഡേറ്റയാണ്. ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ എ ഐ ഏജന്റ് ട്രിഗർ ആകേണ്ടത്, എപ്പോഴാണ് അത് ആക്ട് ചെയ്യേണ്ടത്. അതൊരു മെസ്സേജ് ആകാം, ഒരു ഇമെയിൽ ആകാം, ഒരു ചാറ്റ് ആകാം, വേറൊരു ഏജന്റ് ആക്ച്വലി ഇതിനെ ട്രിഗർ ചെയ്യുന്നതാകാം, എനിത്തിങ് ഇറ്റ് ക്യാൻ ബി. പിന്നെ വരുന്നത് എ ഐ ഏജന്റ് ബോട്ട് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് 2 ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്, ഒന്ന് ബ്രെയിൻ, ഒന്ന് റൂൾസ്. ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ നോളജ് ബേസ് ആണ്. ഇറ്റ് ക്യാൻ ബി എനി LLM, അതായത് ചാറ്റ് GPT ആവാം, ഓർ ക്ലൗഡ് ആവാം, അല്ലെങ്കിൽ ഡീപ് സീക്ക് ആകാം, ജെമിനൈൻ ആവാം, എനിത്തിങ് വിച്ച് എവർ യു ഫീൽ കംഫർട്ടബിൾ യു ക്യാൻ ആക്ച്വലി ആഡ് ഇറ്റ് ഓൺ ഇറ്റ്. പിന്നെ വരുന്ന റൂൾസ് ആണ്. അത് എന്താണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മളൊരു ഇമെയിൽ എ ഐ ഏജന്റിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ഓക്കെ ഗോ ആൻഡ് സെൻഡ് ആൻ ഇമെയിൽ ടു സന്തോഷ്, വേർ ഇസ് ദി പേയ്മെന്റ്. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ആക്ച്വലി ജനറേറ്റ് ആൻ ഇമെയിൽ, ദെൻ സെൻഡ് ഇറ്റ് ടു സന്തോഷ്. ദിസ് ഇസ് ബേസിക്കലി ദ ടൂൾ ടു. സോ അതിന് റൂൾ എന്ന് പറയുന്നത്, ആ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ആ ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. ദെൻ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ അയക്കാൻ വേണ്ടി എനിക്ക് ജിമെയിൽ കണക്ട് ചെയ്യാം, ഔട്ട്ലുക്ക് കണക്ട് ചെയ്യാം, എനി അതർ ടൂൾ ഐ ക്യാൻ ആക്ച്വലി കണക്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൂൾസ് എനിക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ, എനിക്ക് ഇമെയിൽ അയച്ചു, ഞാൻ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്തില്ല 1 day ആയിട്ട്. സെക്കൻഡ്, ഇവിടെ എനിക്കൊരു ടൂൾ ആഡ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട്. വാട്സപ്പിൽ ഞാൻ ആക്ച്വലി മെസ്സേജ് റെസ്പോണ്ട് ചെയ്തില്ല 1 day കഴിഞ്ഞിട്ട്, ഐ ക്യാൻ ആക്ച്വലി ആഡ് അനദർ വൺ, സേ ലൈക്ക് എ കോൾ. ഇതിപ്പോ എക്സാമ്പിൾ, നിങ്ങളൊരു കളക്ഷൻ ഏജൻസിയാണ്. കളക്ഷൻ ഏജൻസി നിങ്ങൾ ആൾക്കാരെ വിളിച്ച് കിട്ടാതിരിക്കുന്ന കണ്ടീഷനിൽ മേ ബി എ ഐ ഏജന്റ് ക്യാൻ ആക്ച്വലി ട്രൈ മൾട്ടിപ്പിൾ ടൈം യൂസിങ് വോയിസ് ഓർ കോൺവെർസേഷണൽ എ ഐ. ട്രൈ ചെയ്ത് ആൾ ഫോൺ എടുത്തതിന് ശേഷം ഒരു എ ഐ ഏജന്റ്, ഒരു എ ഐ ഏജന്റ് ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഹ്യൂമൻ ആക്ച്വലി ഹാൻഡ് ഓവർ ചെയ്യാം ആ കോൾ. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് ആർ ദെയർ. നിങ്ങളുടെ ജോബിന് റിലേറ്റ് ചെയ്ത് ഒത്തിരി ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ക്യാൻ കണക്ട് എൻ നമ്പർ ഓഫ് ടൂൾസ്. ഇപ്പൊ ബേസിക്കലി ഒരു ഫ്രെയിംവർക്കിനെ നമ്മളൊരു റിയൽ ടൂളിലോട്ട് മാറ്റിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് സീ ഹിയർ. എക്സാമ്പിൾ, ചാറ്റ് റിസീവ് ചെയ്തു, എ ഐ ഏജന്റ് വന്നു. ഈ പറഞ്ഞ ചാറ്റ് മോഡൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് LLM മോഡൽ. ഇവിടെ ഓപ്പൺ എ ഐ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ യു ക്യാൻ സീ ഹിയർ എ വിൻഡോ, ബഫർ മെമ്മറി, കോൺടാക്ട് ഡേറ്റാബേസ്, സെൻഡ് ഇമെയിൽ, ഔട്ട്പുട്ട്. ദിസ് ഇസ് ഹൗ നമ്മളിപ്പോൾ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന് ഒരു റിയൽ ടൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു N8N ആൻഡ് സീ ഹൗ വി ക്യാൻ ആക്ച്വലി ബിൽഡ് ദിസ് വൺ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആസ് ഐ സെഡ്, ഒരു ഇമെയിൽ എ ഐ ഏജന്റ് ആണ്. ബേസിക്കലി എന്റെ ചാറ്റ് മെസ്സേജിന്റെ അകത്ത് ഞാൻ ഒരാൾക്ക് ഇമെയിൽ അയക്കാൻ പറയുന്നു, ഒരു ബേസിക് കോൺടെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നു, ഇറ്റ് ഈസ് ഗോയിങ് ആൻഡ് സെൻഡിങ് ദ ഇമെയിൽ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഓവർ ഹിയർ ആൻഡ് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് നോഡ്. ഇവിടെ ഞാനിപ്പോൾ ആക്ച്വലി കൊടുക്കാൻ പോകുന്നത് ചാറ്റ് എന്ന് പറയുന്ന ട്രിഗർ ആണ്. ഓക്കെ, വെൻ ഐ ആക്ച്വലി പുട്ട് ഹിയർ ചാറ്റ്, go over here. ഇവിടെ നിങ്ങൾ ചാറ്റ് എൻ്റർ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ഹിയർ ചാറ്റ്. ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് ഐ എം ജസ്റ്റ് സേയിങ് ഹായ്. നൗ യു ക്യാൻ സീ ഹിയർ അവിടെ എക്സിക്യൂട്ട് ആയി. പക്ഷെ ആക്ച്വലി ദർ ഇസ് നത്തിങ്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി പോകാൻ പ്രത്യേകിച്ച് ആക്ച്വലി പാത്തോ UI, ഇറ്റ്സ് എക്സിക്യൂട്ട് ആയി. അതാണ് ആക്ച്വലി ഇറ്റ് ഇസ് ഷോയിങ് ഹിയർ ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ്. നൗ ഞാനിവിടെ കണക്ട് ചെയ്യേണ്ടത്, ഐ നീഡ് ടു കണക്ട് വിത്ത് ആൻ AI ഏജന്റ്. റൈറ്റ്.
സോ AI ഏജന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ടൂൾ ഏജന്റ് ആണ്. ഇവിടെ കണക്ട് ചെയ്യുന്ന ചാറ്റ് ട്രിഗർ നോഡാണ്. അതായത് ചാറ്റിൽ ആരെങ്കിലും ഒരു എൻ്റർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ ഏജന്റ് ട്രിഗർ ആകുന്നത്. ഇവിടെ ഈ ജെയ്സൺ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ഇൻപുട്ട്, ഈ ചാറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹൈ, ഞാൻ ലാസ്റ്റ് കൊടുത്ത ഹൈ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഹൈ ആണ് ആക്ച്വലി ഇവിടെ പ്രോംപ്റ്റ് ആയിട്ട് എൻ്റർ ആകുന്നത്. Now your AI agent it's ready. Now you can just go ahead and ask something. How are you? Okay. Now you can see here, nothing is actually happening because actually perform ആകാനായിട്ട് you don't have any data inside, right? There is nothing inside because it's very dummy thing. Now you have നമ്മൾ chat model connect ചെയ്തിട്ടില്ല, memory connect ചെയ്തിട്ടില്ല, tools connect ചെയ്തിട്ടില്ല. Now I'm just going to connect the chat mode. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്, like Azure, DeepSeek, Google Gemini. For this one I'm taking OpenAI chat model. OpenAI chat model you can actually connect. ഇവിടെ എൻ്റെ already എൻ്റെ account ഇവിടെ connected ആണ്, but if you want to connect your account you just need to go ahead and create new credential. ഇവിടെ ChatGPT you can actually go to you can go to OpenAI account register ചെയ്യുക. account registration go to manage project API keyയിൽ പോയിട്ട് you can create a new secret key. ഒരു new secret key ഇവിടെ create ചെയ്യുമ്പോൾ it will give you a string, ഒരു large string തരും. ആ string ആണ് നിങ്ങൾ ഇവിടെ കോപ്പി ചെയ്യേണ്ടത്. ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ OpenAI ആയിട്ട് ഇത് കണക്ട് ആയി കഴിഞ്ഞു. Okay, now I am already connected. I can choose my account. ഇവിടെ model എന്ന് പറഞ്ഞാൽ ഏത് മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, 3 ആണോ 4.0 ആണോ, whatever. For this purpose I'm going to use 4.0 mini. Now you can close this one. Now ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ AI agent ഒരു LLM ആയിട്ട് കണക്ട് ആയി കഴിഞ്ഞു. Now you can just go and say hello. Now നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇറ്റ് ഇസ് ആക്ച്വലി ഗോയിങ് ബാക്ക് ആൻഡ് എൻ്റർ എൻ AI. ഞാനിവിടെ ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു AI ഏജന്റ് ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ദ OpenAI ചാറ്റ് മോഡലിൽ പോയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ യു ക്യാൻ സീ ഹൗ ഐ ക്യാൻ അസിസ്റ്റ് യു ടുഡേ ബിക്കോസ് ഇറ്റ്സ് സ്റ്റാർട്ട് ടു റീഫ്രെയിം തിങ്. നൗ ഇതൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ ആയതുകൊണ്ട് യു ക്യാൻ ആസ്ക് എനിത്തിങ്. എക്സാമ്പിൾ you can ask anything like capital of Kerala. It will come back and say like the capital of Kerala is Trivandrum, because this is actually access to the large language model. Now I'm going to ask something like my name is Santosh. Okay, now hello Santosh, how can I assist you? Now if I say like ഇപ്പൊ ഞാൻ അടുത്തൊരു മെസ്സേജ് കൊടുക്കുകയാണ്, do you know my name? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ യുവർ നെയിം അൺലെസ് യു ടെൽ മീ, റൈറ്റ്? ഞാൻ ഓൾറെഡി സന്തോഷം എന്ന് പറഞ്ഞു, പക്ഷെ അതിനില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കാനുള്ളത് ഈ OpenAI അല്ലെങ്കിൽ ഏത് LLM എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് API ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്ത് കമന്റ് കൊടുക്കുന്നു അത് മാത്രമേ അതിനറിയുള്ളൂ. അതിന് മുമ്പുള്ള കോൺവെർസേഷൻ ഒന്നും ഇതിനും അറിയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ChatGPTയിൽ പോകുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു, നിങ്ങളുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ബട്ട് നോർമലി ഒരു API വഴി നിങ്ങൾ ഒരു LLM ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. യു വിൽ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് any context behind that one, right? Now, if I'm actually going and add a memory, and memory I'm actually going to add window buffer memory. Window buffer memory എന്ന് പറഞ്ഞാൽ N8 എൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഡിഫോൾട്ട് സ്റ്റോറേജ് ആണ്. സോ യു ഡോണ്ട് നീഡ് ടു കണക്ട് വിത്ത് ഔട്ട്സൈഡ് ഡേറ്റാബേസ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ട്സൈഡ് ഡേറ്റാബേസ് ലൈക്ക് വെക്ടർ ഡേറ്റാബേസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ പല ഡേറ്റാബേസ് അഷ്യൂറിലോ എങ്ങനെ കണക്ട് ചെയ്യണമെങ്കിലും യു ക്യാൻ കണക്ട് ഇറ്റ്. ബട്ട് ഇതൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ ആക്ച്വലി വിൻഡോ ബഫർ മെമ്മറി ആൻഡ് യു ക്യാൻ സീ ഹിയർ കോൺടെക്സ്റ്റ് വിൻഡോ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 5 കോൺവെർസേഷൻ ആയിരിക്കും ആക്ച്വലി ഇത് ഓർത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ദാറ്റ് ഇസ് ഇനഫ് ഫോർ us. Now you can actually go over here. Now I'm saying hello, my name is Santosh. Okay, Santosh, do you know my name? I can see here as you mentioned your name is Santosh. So ipo nammala conversation memory il add agunnu. You can actually see here one item going here, two item going here. എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി അറിയാൻ പറ്റും. Now നമ്മളുടെ അടുത്ത പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ അയക്കുക എന്നുള്ളതാണ് അവർ നെക്സ്റ്റ് പർപ്പസ്. ലൈക്ക് സോ ഒരു ടൂൾ ഫോർ ദിസ് പർപ്പസ് ഞാൻ Gmail ആയി യൂസ് ചെയ്യുന്നത്. Gmail ടൂൾ എൻ്റർ ചെയ്യുക. Gmail എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ ആക്ച്വലി യു നീഡ് ടു കണക്ട് Gmail അക്കൗണ്ട്. Gmail അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ടാണ്, നിങ്ങളുടെ ഗൂഗിൾ ക്ലൗഡ് അക്കൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതിന് ഗൂഗിൾ ക്ലൗഡ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ദെൻ വാട്ട് യു നീഡ് ഡു ഈസ് ഗോ ടു ന്യൂ ക്രെഡൻഷ്യൽ സൈനിങ്. OAuth ആണ് റെക്കമെൻഡഡ് മെത്തേഡ്. സോ യു ക്യാൻ ആക്ച്വലി കണക്ട് യുവർ ഷീറ്റ്, യുവർ calendar, your whole database you can actually sync with Google, sync with N8N. So ഇവിടെ ആക്ച്വലി ഇത് കണക്ട് ചെയ്യാൻ ചെറിയൊരു പ്രോസസ് ഉണ്ട്. അതിന് ബെറ്റർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ സൈൻ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഗൂഗിളുമായിട്ട്. ഇറ്റ്സ് വെരി ക്ലിയർ, വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. യു ക്യാൻ ആക്ച്വലി ഫോളോ ദിസ് വൺ ആൻഡ് വിതൗട്ട് എനി ട്രബിൾ യു ക്യാൻ കണക്ട് യുവർ ഗൂഗിൾ വിത്ത് N8N. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ കോൺടാക്ട്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മെയിൽ, ഗൂഗിൾ ഷീറ്റ്, everything you can actually triggered within N8N. Okay, now
Since I'm actually already connected, close. I'm choosing my Google account API. Send message, automatic message sent. ഇവിടെ ഈ ടു സബ്ജക്ട് ഇമെയിൽ ടൈപ്പ് ടെക്സ്റ്റ് ആക്കുക. ടു എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇത് ഫിക്സഡ് ആണ്, എക്സ്പ്രഷൻ ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു പർട്ടിക്കുലർ ആർക്കാണ് ഇമെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ san@gmail.com ആണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ആക്ച്വലി സെൻഡ് ടു, ഞാൻ ഇമെയിൽ അയക്കാൻ പറയുമ്പോൾ ഈ san@gmail.com അയക്കാനിരിക്കുന്നത്. ബട്ട് നമുക്ക് വേണ്ടത് എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ചേഞ്ച് ബേസ്ഡ് ഓൺ ചാറ്റ് കോൺടാക്ട്, റൈറ്റ്? ഇപ്പൊ ചാറ്റിൽ ഞാൻ പറയാണ് സുരേഷിനാണ് മെയിൽ അയക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇമെയിൽ ഐഡി x@gmail.com അയക്കാൻ പറയുന്നെങ്കിൽ it need to take it from the chat. So always actually make sure ഇത് എക്സ്പ്രഷനിലോട്ട് actually move ചെയ്യുക. Then over here what you need to do is dollar from AI, then you need to say like your email receptor, now your thing is actually over. Now you copy this one to and subject എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you need to generate subject. So ഇത് don't get confused here. And മെസ്സേജ് എന്ന് പറയുന്നത് again it has to be എക്സ്പ്രഷനിലോട്ട് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇമെയിൽ പോകുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും ആക്ച്വലി ഇമെയിൽ ആയിട്ട് പോകുന്നത്. മെസ്സേജിന്റെ അകത്ത് യു ക്യാൻ ആക്ച്വലി സേ ലൈക്ക് ഇമെയിൽ ബോഡി. ഓക്കെ, ഇതിന്റെ അകത്ത് ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി എ ഐ എന്നായിരിക്കും ആക്ച്വലി എടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ് സന്തോഷിന് ഒരു മെയിൽ അയക്കുക പേയ്മെന്റ് എന്തായെന്ന് ചോദിച്ചിട്ട്. അപ്പൊ സബ്ജക്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സബ്ജക്ട് ജനറേറ്റ് ചെയ്യുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് പേയ്മെന്റ് എന്തായെന്നുള്ളതിന് ഇറ്റ് വിൽ ആക്ച്വലി ജനറേറ്റ് ആൻഡ് ക്രിയേറ്റ് എ കണ്ടന്റ്. ആൻഡ് ടു എന്ന് പറയുന്നത് സന്തോഷാണ്. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, യു ജസ്റ്റ് നീഡ് ടു പുട്ട് ദിസ് വേരിയബിൾ. ഓട്ടോമാറ്റിക്കലി ഇത് ആക്ച്വലി എ ഐ ഫെച്ച് ചെയ്തോളും. ഓക്കെ, now one more thing you need to do here is append n8n attribution off ചെയ്തിടുക, because otherwise നിങ്ങൾ അയക്കുന്ന മെയിൽസിലെല്ലാം ഇത് ഓട്ടോമാറ്റിക്കലി n8n ജനറേറ്റ് ആയ ഇമെയിൽ ആണെന്ന് ഒരു സബ്ജക്ട് ലൈൻ ഉണ്ട്, സോറി ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് യു ക്യാൻ ആക്ച്വലി അവോയ്ഡ് ഇറ്റ്. Now our email is set. I'm going to rename this into sent email. Sent email. Now this application, this tool is not a sent email, so ഇത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. കാര്യം നിങ്ങൾ ഒത്തിരി ടൂൾസ് ബിൽഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഇതിലിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ടൂളേ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ യു ഹാവ് 100 ടൂൾസ്. നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്താണോ ആ ടൂൾ ചെയ്യുന്ന പർപ്പസ് അത് നെയിം ചെയ്യുന്നതായിരിക്കും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. നൗ നമ്മളുടെ ഇപ്പോൾ ഇമെയിൽ ആക്ച്വലി സെറ്റായി, ഇമെയിൽ ടൂൾ ഡെവലപ്പായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എ ഐ ഏജന്റിന് we need to give a message what exactly this need to do. കാരണം നമ്മൾ ഇതെല്ലാം കണക്ട് ആയി, പക്ഷെ നമ്മളിപ്പം എ ഐ ഏജന്റ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗോ ടു സിസ്റ്റം മെസ്സേജ്. യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ആണ്. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി വി നീഡ് ടു റിയലി റൈറ്റ് എക്സാക്ട്ലി എന്താണ് ഈ എ ഐ ഏജന്റ് ചെയ്യേണ്ടത്. അതായത് ഒരാൾ ആക്ച്വലി പറയാണ്, ഒരാൾക്ക് മെയിൽ അയക്കാൻ പറഞ്ഞാൽ അതിന്റെ സബ്ജക്ട് എടുക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സാമ്പിൾസ്, എവറിത്തിങ് നീഡ് ടു ഡു. ഇത് ഒരു ലോങ്ങർ ടെക്സ്റ്റ് ആണ്, ഡോണ്ട് വറി. ഒരു ഈസി വേ ടു ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you just need to copy, example, you just need to copy this workflow. Okay, yani workflow copy idu. Okay, basically ഞാൻ ഓൾറെഡി ഒരു GPT ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു n8n ഏജന്റ് സിസ്റ്റം മെസ്സേജ് ജനറേറ്റ് ചെയ്യാനായിട്ട്. സോ വാട്ട് യു നീഡ് ടു ഡു ഹിയർ ഇസ്, ഇതിന്റെ ലിങ്ക് ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് യൂസ് ഇറ്റ്. ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത ക്യാപ്ചർ ചെയ്ത ഇമേജ് ആക്ച്വലി ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, now you need to mention an AI agent that use sent email tool. Sent email എന്ന് പറയുന്നത് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്ത ഈ ഒരു ടൂളിന്റെ പേരാണ് sent email. Send email tool to send email based on user query. It is a helpful assistant and it is friendly. Okay, ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് you just enter. Now you can see here this will automatically generate n8n വേണ്ടിയുള്ള system message it will generate. Over here you can see here agent receive chat message from user. It use sent email tool to send email. It have access to window buffer where every information will be fed here. Okay, നിങ്ങൾക്ക് ഇത് tweak ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് tweak ചെയ്യാം. Example, ensure the email is professional and clear and confirm it is user ID. If you want to change it to friendly, professional and clear, you can actually do that. Whatever way you want to add, you can actually fine tune it. ഇത് ഒരു basic format നിങ്ങൾക്ക് actually provide ചെയ്താണ്. Now you copy over here and go to your AI agent tool. You enter this information. Okay, now let's see how exactly this is working. Send an email to sankg.fin at this is my email ID. Can you please update me about the project, and you send.
Now you can see here it will actually send, run, window buffer is running, sending an email. Now the email is sent. Here project update request. Hi Santosh, I hope this email found you well. I would like to request an email regarding the project. Please let me know the current status and thank you. Your name and the how we can change it is actually, you need to go over here in tool. You can say like, always sign off the email with Santosh. Okay. Now let's see how exactly this is going to work. Send an email to again. It's sending an email and it's done. Over here, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഈ ലേറ്റസ്റ്റ് ലോഗിൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ആക്ഷനാണ് ഇത് ചെയ്യുന്നത്? ഫസ്റ്റ് AI ഏജന്റ് ഇൻഫർമേഷൻ കിട്ടി, then വിൻഡോ ബഫർ മെമ്മറിയിൽ അത് അപ്ഡേറ്റ് ആയി, then ഓപ്പൺ AIയിൽ പോയി, then സെൻഡ് ഇമെയിൽ. സോ ദിസ് വിൽ ഗിവ് യു an ഐഡിയ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ പോയി ഇത് എന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡീബക്കിങ്ങോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ. യു കൻ ആക്ച്വലി ഗോ ആൻഡ് ചെക്ക്. നൗ ഓവർ ഹിയർ now you can see here it's updated with best regards Santosh, right? So എല്ലാ ഇമെയിലും ആക്ച്വലി സൈൻ ഓഫ് ആക്ച്വലി അങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു സിനാരിയോ നമ്മൾ ഒരു ടൂളും കൂടുതൽ ആഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, എക്സാമ്പിൾ എനിക്കിപ്പം ഇമെയിൽ ഐ ഡി എല്ലാവരും ഓർത്ത് എപ്പോഴും വെക്കണം എന്നില്ല, റൈറ്റ്? എപ്പോഴും ഞാൻ ഒരാളുടെ ഇമെയിൽ ഐ ഡി ഹാൻഡ് ചെയ്യാതിരിക്കത്തില്ല. സോ അതിനുവേണ്ടി ഇപ്പം ഞാൻ ആക്ച്വലി ഒരു ഡേറ്റാബേസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ കോൺടാക്ട് നെയിംസ്, ഇമെയിൽ, ഫോൺ നമ്പർ ഈ ഒരു ഡേറ്റാബേസിൻ്റെ അതുണ്ട്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്കായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ കോൺടാക്ട് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കോൺടാക്ട് മാസ്റ്റർ ആയിട്ട് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. പക്ഷേ ഇതൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഗൂഗിൾ ഷീറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. And the sheet name is N8N contact sheet. Now you go over here. I'm adding a Google Sheet. All right, Google Sheet. I need to choose the Google Sheet. It's the same Google. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ ഇതിനെയും കണക്ട് ചെയ്യുക. Then you can see sheet with document. Get row നമുക്ക് ഇങ്ങോട്ടാണ് വേണ്ടത്. Then choose the file. Now I'm going to choose N8N contact sheet. Then from the list, I'm going to take sheet 1. I'm going to take this sheet 1. Fine. Now you close this one. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഷീറ്റ് ആയി. I'm going to change this. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷീറ്റിന്റെ പേര് മാറ്റി കോണ്ടാക്ട്, ഷീറ്റിന്റെ പേര് മാറ്റി കോണ്ടാക്ട് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാക്കുക. Okay. Now I change this to contact database. Now it is here. ഇപ്പൊ നമുക്കൊരു സിസ്റ്റം ഏജന്റിന്റെ അകത്ത് ഈ ഇൻഫർമേഷൻ ആഡ് ചെയ്യണം. ഇതിനുള്ള ഈസി വേ എന്ന് പറഞ്ഞാൽ ഈ സെയിം ഈ ഒരു GPT-യിലോട്ട് പോവുക. ഓവർ ഹിയർ ക്യാൻ യു റിഫൈൻ ദി പ്രോംപ്റ്റ് ആൻഡ് ആഡ് ടൂൾ ലൈക്ക് കോൺടാക്ട് ഡേറ്റാബേസ് ഏജന്റ് ക്യാൻ റിട്രീവ് യൂസർ കോൺടാക്ട് ഡീറ്റെയിൽ, ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ, റൈറ്റ്? Now enter here. Now in the agent generator will update this thing with contact database. See, it can access contact database to retrieve recipient name, email, phone number, and whatever it is. Then rest of the things actually may very similar. Now I need to copy this one. Now you just go over here, copy this one, this one, and copy. Now you can see here contact database is actually updated. Now you guys go. Now if you want to enter contact database, you save this thing. Now നിങ്ങൾ ഈ contact database നോക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരിൽ സാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് email. Now let's see whether it's working or not. I'm going again to the chat. Send email to San. Quick. Okay, now you can see here it's actually running the model. You can see here it's taking the database, it's sending email, right? Shall I go ahead? It's checking actually, hope this mail fine. Shall I go to yes? If I say yes, it will actually send this email again to Santosh. Now you go ahead and rescheduling upcoming meeting. This is generated AI and generated. I hope this message is fine. I want to discuss our upcoming meeting and see if you can reschedule for next week. Please let me know your availability. Best regards, Santosh. So that's it. Now actually you build your first AI agent. So I hope you enjoy. This is a very base one, but your framework and ella AI agent generate cheyanadu. Once you understand this framework, you can actually do much more things. So if you like this video, please give a thumbs up, and AI അല്ലെങ്കിൽ no code tools നെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ please subscribe to this channel.